Fadi Coding. Hello everybody, welcome to Fadi Coding. ഇന്ന് ഞാൻ നിങ്ങളെ സാമ്പിൾസ് ആണ് സിമ്പിൾ കുറച്ച് ബേസ് പറഞ്ഞു തരുവാണ്. ഓക്കെ, എന്നിട്ട് നാളെ ആയിരിക്കും മെയിനായിട്ട് നമ്മൾ തുടങ്ങുന്നത്. 2 ദിവസമാണ് ഇവൻ എടുക്കുന്നത്. നാളെ മെയിൻ തുടങ്ങും. നാളെ ഫോമും വീഡിയോ ടേബിള് അങ്ങനെ നാളെ ആയിരിക്കും മിക്കവാറും സംഭവങ്ങളെല്ലാം പഠിക്കാൻ പോകുന്നത്. ഓഡിയോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ജസ്റ്റ് സാമ്പിളാണ് പഠിക്കാൻ പോകുന്നത്. 10 മിനിറ്റ്സ് പോലും കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇത് ഫസ്റ്റ് വീഡിയോന്റെ സാമ്പിള്. ഓക്കെ 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 വി ഹാവ് ടു ഓക്കെ. നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് നമ്മൾ ഇന്നലെ എഴുതിയ H1 മാത്രമല്ലോ. H1 നമ്മൾ ഹലോ എന്ന് എഴുതുക. എന്നിട്ട് H1 ഒരു ഏറ്റവും വലിയ സൈസിൽ പ്രിന്റ് ചെയ്യാണ് H1 യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയ സൈസിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ H2 അതിൻ്റെയും ചെറിയ സൈസിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ H3 അതിൻ്റെയും ചെറിയ സൈസിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ H4 അതിൻ്റെയും ചെറിയ സൈസിൽ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ H6 അല്ല H5 അതിൻ്റെയും ചെറുത് വേണമെങ്കിൽ H6 ലോ. ഇനി ഞാൻ റൺ ചെയ്യുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് കണ്ടോ. ഇത് H1 H2 H3 H4 H5 H6 ഇതാണ് സൈസുകൾ വരുന്നത്. മറക്കല്ല്, ഒരുപാട് യൂസ്ഫുൾ ആണ്, നന്നായിട്ട് പഠിക്കണം. എനിക്ക് ആക്ച്വലി ഇത് കാണാൻ പറ്റും, പക്ഷെ എനിക്ക് കാണാൻ അതെ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് എന്തുവാ, നെക്സ്റ്റ് നമ്മൾ പി ടാഗ് പഠിക്കും. പി ടാഗ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് നമുക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കാം, വിക്കിപീഡിയ എന്ന് എടുക്കാം, ആപ്പിളിൻ്റെ കുറിച്ച് വിക്കിപീഡിയ മേടിക്കാം. അതെ, വിക്കിപീഡിയ. ഇവിടെ വിക്കിപീഡിയയിൽ ആപ്പിൾ ഉണ്ട്. ഇതാണ് ആപ്പിളിൻ്റെ വിക്കിപീഡിയ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോപ്പി ചെയ്യാം. ഇത് കണ്ട, ഇവിടെ സ്ട്രോങ് ആണ്, ഇവിടെ ലിങ്ക് വരുന്നു, ഇവിടെ ബ്ലൂ കളറാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കും. വാച്ച് പിന്നെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വേറെ വല്ലതും എടുക്കാം. നമുക്ക് എന്ത് ചെയ്യുന്ന എടുക്കാം, വേറെ വേറെ
ചുമ്മാ വിക്കിപീഡിയ എന്നല്ല, വാട്ട് ഈസ് ബൂട്ട് സ്ട്രാപ്പ് എന്നാണ് സംഭവം. ഇത് ഇവിടുന്ന് നൈസായിട്ട് കോപ്പി ചെയ്യാം. ഈടെ തന്നെ കോപ്പി ചെയ്യാം. ഇതോ പറ്റിയതാണ്. ഓക്കെ, ഇവിടെ വരെ നമ്മൾ കോപ്പി ചെയ്യുക. ഇവിടെ വരെ C അടിച്ചാൽ കോപ്പി ആവും, മറക്കല്ല്. ഇവിടെ വന്നിട്ട് C അടിക്കുന്നു, അതവിടെ പേസ്റ്റ് ആവുന്നു. നമ്മൾ റൺ ചെയ്യുമ്പോൾ കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു. പക്ഷേ ഈ അറ്റത്ത് തെറ്റുമ്പോൾ അല്ലേ നെക്സ്റ്റ് ലൈൻ വരുന്നുള്ളൂ. നെക്സ്റ്റ് ലൈനിൻ്റെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടുന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചോ, അതിനെ ഇവിടെ ബ്രേക്ക് എന്നും പറഞ്ഞ് BR എന്നും പറഞ്ഞ് ഒരു ഫങ്ഷൻ ഉണ്ട്. അതടിച്ചാൽ ബ്രേക്ക് ആവും. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ അവിടുന്ന് ഞാൻ അടിച്ച സ്ഥലത്ത് നിന്ന് ബ്രേക്ക് ആയിട്ട് അടുത്ത ലൈൻ വന്നിട്ടുണ്ട്. ഏതാ ലൈൻ വേണമെങ്കിലും നമുക്ക് അടിക്കാം. പിന്നെ അവിടെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ സ്ട്രോങ് എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്. സ്ട്രോങ് ഓക്കെ സ്ട്രോങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് GGG എന്ന് അടിച്ചാൽ കണ്ടോ GGG ഇച്ചിരി ഒന്ന് ഹൈലൈറ്റ് ആയിട്ടുണ്ട്, ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്, കട്ടി കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയുമാണ് ഇന്ന് പഠിക്കുന്നത്. അത് മാത്രമല്ല ഇന്ന് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. ഇൻസ്റ്റാളേഷൻ്റെ അത്ര പോലും ഇല്ല. മാത്രമല്ല നിങ്ങൾക്ക് ഡൗട്ട്സ് ഇത് മൊത്തം ഞാൻ പഠിപ്പിച്ചു തരുന്നില്ല ഇപ്പോൾ തൽക്കാലം. ബാക്കി ടാഗ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആക്ച്വലി ഇവിടെ W3 സ്കൂൾസ് എന്നും പറഞ്ഞ് ഒരു ആപ്പ് ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് ഇവിടെ എല്ലാ ലാംഗ്വേജും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള HTML പഠിക്കാം. ഒരു ലൈബ്രറിയാണ് HTML എന്താ ബേസിക്സ് കണ്ടോ പാരഗ്രാഫ് H1 സൈസ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് പഠിക്കാം. പാരഗ്രാഫ് സ്ട്രോങ് ഇതാണ് എന്ന് പറയുന്നത്. നമ്മൾ ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു ലിങ്ക് ഞാൻ ഇപ്പോൾ ഇട്ട് തരാം. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക്, യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഓക്കെ. C അടിച്ച് കോപ്പി ചെയ്യുന്നു. ഇനി ഇവിടെ A ടാഗ് അടിക്കുക. A ടാഗിനെ അടിക്കുക. കണ്ടോ ഇങ്ങനെ വരും. ഇത് ലിങ്ക് എന്ത് ലിങ്കാണ്? ക്ലിക്ക് മീ എന്നും പറഞ്ഞ് നിങ്ങളുടെ ലിങ്ക് കൊടുക്കാം. വെയിറ്റ് ചെയ്യും. ഇവിടെ അല്ല, ബാക്കി കുറച്ച് ടാഗ്സ് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു തരാം. ഇപ്പം നമ്മൾ എടുത്ത ആ ലിങ്ക് എടുത്ത് ഇതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി ആ ലിങ്ക് അവിടെ എങ്ങനെ എഴുതി വരണമെന്ന് നമുക്ക് അടിക്കാം. ക്ലിക്ക് മീ എന്നും പറഞ്ഞ് എഴുതാം. ക്യാപിറ്റൽ എഴുതുന്നുള്ളതാ. കോഡിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജാവാസ്ക്രിപ്റ്റിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സെക്കൻഡ് ലെറ്റർ ക്യാപിറ്റൽ ആവണം. പക്ഷെ നമ്മളിപ്പോ ഇത് വെളിയിൽ കാണുന്നോണ്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പൊ ക്ലിക്ക് മീന്ന് നിൽക്കുമ്പോ ഓക്കെ അത് HTTP അല്ലായിരുന്നോണ്ടായിരിക്കും. ഞാൻ HTTP എടുക്കാം. ഇത് തന്നെ ആണ്ടോ ഇത് എടുക്കണം. ഇനി Ctrl+C അടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോകും നമ്മൾ പേസ്റ്റ് ചെയ്യാം. HTTP വേണം. നമ്മൾ ഒന്നും കൂടെ റൺ ചെയ്തിട്ട് ക്ലിക്ക് മീ ഞെക്കുമ്പോൾ വരേണ്ടതാണ്. കണ്ടോ വന്നു. ഇത് പേഴ്സണലായിട്ട് പ്രൈവറ്റ് ആണ്, അതുകൊണ്ട് ആരും അത് കാണണ്ട. ഓക്കെ ഇനി ഇതാണ് ഇത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ബട്ടൻ്റെ ടാഗിന് ഇവിടെ B അടിച്ചാൽ ബട്ടൻ്റെ ടാഗ് വരും. ബട്ടൺ
ചുമ്മാ ബി അടിച്ചാൽ പോരാ, ബട്ടൺ അടിക്കണം. ബട്ടണ് നമുക്കിവിടെ അടിക്കാം. ബട്ടൺ ബട്ടൺ അതും ക്ലിക്ക് മീ കൊടുക്കാം. മീ ഓക്കെ. നമ്മൾ റൺ ചെയ്ത ബട്ടണിൽ ക്ലിക്ക് മീ വെച്ചാൽ അതിന് ഫങ്ഷൻ ഒന്നുമില്ല. ഫങ്ഷൻ വരണമെങ്കിൽ നമ്മൾ എന്താ ജാവ സ്ക്രിപ്റ്റ് പഠിക്കണം, നോഡ് ജെഎസ്, അതൊക്കെ ബാക്ക് എൻഡ് പരിപാടികൾ. ഇപ്പം നമുക്കൊരു URL സെറ്റ് ചെയ്യാം. ഇതേപോലെ ക്ലിക്ക് മീ ലിങ്ക് പോലെ നമുക്കൊരു URL സെറ്റ് ചെയ്യാം. അതിന് നമ്മളിവിടെ ഇട്ടല്ലോ ഈ എന്താ എ ടാഗ്, ഇതിൻ്റെ തന്നെ നമുക്കൊരു ബട്ടൺ ആക്കി മാറ്റാം. എങ്ങനെ കാണിച്ചു തരാം. നമ്മളിതാണ് തൽക്കാലത്തേക്ക് എത്ര കളയും. എന്നിട്ട് ഈ ബട്ടൺ അത്രയും വേണ്ട. എന്നിട്ട് ഈ ബട്ടൺ ഈ സ്ഥലം കണ്ടോ, ഇവിടെ നമ്മൾ ആ എ ടാഗിൻ്റെ ക്ലോസ് ഇടുക. അതായത് എ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ലിങ്കിൻ്റെ പേര് എഴുതാതെ ബട്ടൺ ഇട്ടിട്ട് ലിങ്ക് എഴുതുക. എന്നിട്ട് നമ്മളിവിടെ സ്ലാഷ് കണ്ടോ വന്നു. ഓക്കെ. അപ്പം ഈ ബട്ടൺ ഈ ലിങ്ക് ടാഗിൻ്റെ ഉള്ളിൽ, എ ടാഗിൻ്റെ ഉള്ളിൽ, അതായത് ലിങ്ക്. ഇപ്പം ആ ബട്ടൺ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഈ ബട്ടണിൽ നമ്മൾ ഞെക്കുമ്പം എന്താ ആ ലിങ്കിലോട്ട് പോകും. ബട്ടണിൽ നമുക്ക് ലിങ്ക് കൊടുക്കാം. ബാക്കി സംഭവങ്ങളൊക്കെ കൊടുക്കാനാണ് HTML യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്തുവാ നെക്സ്റ്റ് നമ്മൾ ടേബിൾ പഠിക്കും. ടേബിളിന് ആദ്യം ടേബിളിന് ഒരു ടാഗ് കൊടുക്കണം. ടേബിൾ. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു ടേബിളാണ് TD അല്ലേ, TDക്കുള്ളി എന്തായിരുന്നു? TDക്കുള്ളി എന്തായിരുന്നു? സെക്കൻഡ്, ഞാൻ TDക്കുള്ളി ഒരു സംഭവം ഉണ്ടായിരുന്നു. TDക്കുള്ളില് എന്താ സംഭവം? TH ആയിരിക്കും, ഞാൻ നോക്കട്ടെ. ഹലോ എഴുതാമോ? നമുക്ക് ഒരു TDയും കൂടെ ഞാൻ തുടങ്ങാൻ പോവാ. ഒരു T അതിൻ്റെ ഉള്ളിൽ നമ്മൾ TH ഇടുക. ഹലോ ഇടുക. എന്നിട്ട് ഹലോ TDക്ക് പേര് വന്നില്ലല്ലോ. നാളെ ഞാൻ നോക്കട്ടെ. വെയിറ്റ്. ഇവിടെ എൻ്റെ ഒരു ഇതിനകത്തില്ല. ഹലോ ഇല്ല. ഹലോ അതൊക്കെയാണ് ഞാൻ പഠിച്ചത്. കാട്ടില്ല. നമുക്ക് പറയാം. മനസ്സ് പറയുന്നു ഇന്നൊരു പേരുണ്ട്. ആക്ച്വലി നമുക്ക് നോക്കണ്ടേ, കുറെ നാളെ ചെയ്തിട്ടതാ. അടുത്ത് ടേബിൾ ടാഗ് അല്ലേ, ടേബിൾ കോഡ് ചലഞ്ച്. ടേബിൾ എന്തിയാ?
ടേബിൾ സ്റ്റൈൽ ഇത് CSS നമ്മൾ പഠിക്കും. പിന്നെ HTML പല ലാംഗ്വേജിൽ അതാണ് ഇംഗ്ലീഷ് US ഓ ഇതിനകത്ത് ടേബിളിന്റെ ടേബിളോ ഇത് പഠിപ്പിക്കുന്നില്ല. എന്ത് ഇത് വേറെ ടേബിൾ HR പറഞ്ഞു. HR ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്യും. സ്റ്റൈലാണല്ലോ, ഡയറക്റ്റ് സ്റ്റൈലിലോട്ടാണല്ലോ കയറുന്നത്. അത് ഇങ്ങനെ ശരിയാവും. ടേബിൾ തിരിക്കാം. ടേബിൾ വലുത് കാണിക്കുന്നു. ടേബിളിന്ന് ലേഔട്ട് കാണണം. ലേഔട്ട് ഉണ്ടോ? ഇതായിരിക്കും. ഇതാണോ? ടേബിൾ ആണ് നമുക്ക് വേണ്ടത്. ടേബിൾ ബട്ടൺസ് ആണ് പല രീതിയിൽ ക്രിയേറ്റ്. ക്ലിക്ക് മീ ബട്ടൺ. ഉണ്ട്. ID എന്തൊക്കെ പഠിക്കുന്നത് CSS ആ. ഡിബ് അതാണ് ടേബിൾസ്. ഇതാണ് ടേബിൾ. TR അല്ല TRന്റെ ഉള്ളിൽ TRന്റെ ഉള്ളിൽ ഇപ്പൊ കത്തി ഇങ്ങനെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നാളെ ചെയ്തിട്ടതാണ്. ടേബിൾ ടാഗ്. ഓക്കെ, ടേബിൾ ടാഗ് വെച്ച് ബാക്കി എല്ലാം കളാം. എന്നിട്ട് TRന്റെ ഉള്ളിൽ TH ആദ്യം. TH ഹെഡിങ് ആണ്. ഓക്കെ, ടേബിൾ ഹെഡിങ് ആണ്. നമുക്ക് എന്താ ഹലോ എന്ന് എഴുതാം. ഹലോ. എന്നിട്ട് ഒരു TH കൂടെ കൊടുക്കാം. ഇനി ഹായ് എന്ന് കൊടുക്കാം. ഹായ്. ഹായ്. ഒന്നും കൂടെ TR ഇട്ടിട്ട് അതിനത് ഹായ് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് TD നമുക്ക് ആദ്യം ഹായ് കൊടുക്കാം. ഇനി അതായത് ഈ ഹലോന് ഹായ് കൊടുക്കാം. ഹായ് ഹലോയും കൊടുക്കാം. ഹലോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ വന്നിട്ടുണ്ട്. ഹായ് ഹലോ. ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ടേബിൾ അതിന് നമ്മൾ ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം. ബോർഡർ ശരിയാണ്. 1TX അങ്ങനായിരുന്നു ഇത്. അങ്ങനെ
1 bx കൊടുക്കാവൂ, അതിൽ കൂടുതൽ കൊടുത്താൽ നശിച്ചു പോകും. എററൊക്കെ കാണിക്കും, പക്ഷെ ചുമ്മാ. കണ്ടോ? ഇന്ന് 20 മിനിറ്റ് ആയി. അതുകൊണ്ട് ഇന്ന് തന്നെ നിർത്തുവാണ്. ഫർഹാൻ ഷാ സൈനിങ്.